ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടെസ്റ്റ്വിൻ. PSCയുടെ മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതും PSC ആവർത്തിക്കുന്നതുമായ 2000 ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ സീരീസിന്റെ 29ാമത്തെ ഭാഗമാണിത്. നോക്കാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 25 ചോദ്യങ്ങൾ. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച വർഷം 1936. ക്ഷേത്രപ്രവേശന വിളംബരം ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ പ്രഖ്യാപിച്ചത് 1936ലാണ്. ശ്രീ ചിത്ര തിരുനാളാണ് ഈ ഒരു വിളംബരം പ്രഖ്യാപിച്ചത് എന്നതുകൂടി ഓർത്തിരിക്കുക. ക്ഷേത്രപ്രവേശന വിളംബരം 1936, ശ്രീ ചിത്ര തിരുനാൾ. അടുത്ത ചോദ്യം നോക്കാം. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഓർത്തിരിക്കുക, ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഒപ്പം തന്നെ ഓർത്തിരിക്കുക, ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമാണ് ബീഹാർ. ജനസാന്ദ്രത എന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ബീഹാർ, ഏറ്റവും കുറവുള്ളത് അരുണാചൽ പ്രദേശ്. ഇതിനോടൊപ്പം തന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ജനസാന്ദ്രതയിൽ 3ാം സ്ഥാനം ഏത് സംസ്ഥാനത്തിനാണ് എന്ന്. അത് കേരളമാണ്. അതിനാൽ തന്നെ അത് എടുത്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓർത്തിരിക്കുക, ജനസാന്ദ്രതയിൽ കേരളത്തിന് 3ാം സ്ഥാനമാണ്. അടുത്ത ചോദ്യം നോക്കാം. ചെസ് ഉടലെടുത്ത രാജ്യം ഇന്ത്യ. ചെസ് ഉടലെടുത്ത രാജ്യം ഇന്ത്യയാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര് നീതി ആയോഗ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ, ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേരാണ് നീതി ആയോഗ്. ഇതോടൊപ്പം ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് എന്നത്. ഓർത്തിരിക്കുക, പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. അടുത്ത ചോദ്യം നോക്കാം. സമാധാന നോബലിന് അർഹയായ ആദ്യ ഇന്ത്യക്കാരിയായ വിദേശ വംശജ മദർ തെരേസ. സമാധാന നോബലിന് അർഹയായ ആദ്യ ഇന്ത്യക്കാരിയായിട്ടുള്ള വിദേശ വംശജ എന്ന് ചോദിച്ചാൽ ഉത്തരം മദർ തെരേസ. അടുത്ത ചോദ്യം നോക്കാം. പ്രധാനമായും ഏത് ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം? കന്നഡ. കന്നഡ ഭാഷയിലുള്ള ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം എന്ന് ഓർത്തിരിക്കുക. വചന സാഹിത്യം എന്ന സാഹിത്യ രൂപം ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ കന്നഡയിലാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യം. ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത്? ഉത്തരം ജർമ്മനി. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചിട്ടുള്ളത്. ഒഡീഷയിലാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയുള്ളത്. ഇതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട മറ്റ് 1-2 ഇരുമ്പുരുക്ക് വ്യവസായശാലകളും അവയുടെ നിർമ്മാണത്തിനായിട്ട് സഹായിച്ച രാജ്യങ്ങളുമുണ്ട്. അത് നോക്കാം. ഭിലായി, റൂർക്കേല, ബൊക്കാറോ, ദുർഗാപൂർ. അതിൽ ഭിലായും ബൊക്കാറോയും നിർമ്മിച്ചിരിക്കുന്നത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. ഭിലായും ബൊക്കാറോയും നിർമ്മിച്ചിരിക്കുന്നത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയും ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയുമാണ്. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടു കൂടി ആണ് നിർമ്മിച്ചിട്ടിരിക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. ഇത് പരീക്ഷയിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഈ സിഗരറ്റ് നിരോധിച്ച 4ാമത്തെ സംസ്ഥാനം കേരളം. ഈ സിഗരറ്റ് നിരോധിച്ച 4ാമത്തെ സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ എഴുതിയത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷ. ഹോർത്തൂസ് മലബാറിക്കസ് കേരളത്തിലെ പല സസ്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ഗ്രന്ഥമാണ്. മെഡിസിനൽ വാല്യൂസ് ഇപ്പോൾ കേരളത്തിലെയും കർണാടകത്തിലെയും ഗോവ അങ്ങനെ ആ ഒരു പ്രദേശങ്ങളിലുള്ള സംസ്ഥാനങ്ങളിലെ സസ്യങ്ങളെക്കുറിച്ചുള്ള മെഡിസിനൽ ആയിട്ടുള്ള സസ്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ളത്. ഇപ്പം ഇത് എഴുതിയിരിക്കുന്ന ഭാഷ പല ചോദ്യപേപ്പറുകളിലും കണ്ടിട്ടുണ്ട്. അതിന് ഉത്തരമാണ് ലാറ്റിൻ ഭാഷ എന്നത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. മലബാർ മാനുവൽ പ്രസിദ്ധപ്പെടുത്തിയത് ആര്? ലോഗൻ. മലബാർ മാനുവൽ പ്രസിദ്ധപ്പെടുത്തിയത് ലോഗനാണ്. വില്യം ലോഗനാണ് മലബാർ മാനുവൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം നോക്കാം. ഒഡീഷയിലെ പ്രധാന തുറമുഖം പാരാദ്വീപ്. ഒഡീഷയിലെ പ്രധാന തുറമുഖമാണ് പാരാദ്വീപ്. പാരാദ്വീപ് തന്നിട്ട് ഏത് സംസ്ഥാനത്തെ തുറമുഖമാണ് എന്നും ചോദിക്കാറുണ്ട്. ഒഡീഷയിലാണ് പാരാദ്വീപ് ഉള്ളത് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിന് ആയിരുന്നു? ഭൗതിക ശാസ്ത്രജ്ഞൻ.
പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് ഭൗതിക ശാസ്ത്രം ഫിസിക്സ് എന്ന വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിന് ആയിരുന്നു. അടുത്ത ചോദ്യം, പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം? ഇന്ത്യ. അപ്പോൾ ഇന്ത്യയാണ് പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മോം, മാർസ് ഓർബിറ്റൽ മിഷൻ മോം എന്ന പേരിലും മംഗൾയാൻ അറിയപ്പെടുന്നു. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സംയുക്തമായി. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ ഭരണഘടനയിലെ ഇന്ത്യൻ ഭരണഘടനയിലെ 3 പ്രധാനപ്പെട്ട ലിസ്റ്റുകളാണുള്ളത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സംയുക്തമായിട്ടാണ് എന്നത് ഓർത്തിരിക്കുക. ഇന്ത്യ വിദേശ നയത്തിന്റെ ഭാഗമായി പഞ്ചശീല തത്വം ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ്? ചൈന. ഇന്ത്യ പഞ്ചശീല തത്വം ഒപ്പിട്ടത് ചൈനയും ആയിട്ടാണ്. അടുത്ത ചോദ്യം നോക്കാം. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്ദൂർ കിസാൻ ശക്തി സങ്കേതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? രാജസ്ഥാൻ. ഇവിടെ പഠിച്ചിരിക്കുക, 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അതിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്ദൂർ കിസാൻ ശക്തി സങ്കേതൻ എന്ന സംഘടനയാണ്. അവരുടെ പ്രവർത്തനം നടത്തിയിരുന്നത് രാജസ്ഥാനിലാണെന്നത് ഇവിടെ പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത്? റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ. ഒപ്പം പഠിക്കുക, ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ചോദിക്കാറുണ്ട്. അത് മക്മോഹൻ ലൈനാണ്. മക്മോഹൻ രേഖയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നത് റാഡ്ക്ലിഫ് ലൈനാണ്. അടുത്ത ചോദ്യം നോക്കാം. ലോകത്തെ എത്ര സമയമേഖലകളായി തരം തിരിച്ചിരിക്കുന്നു? 24. ലോകത്തെ 24 സമയമേഖലകളായി, 24 ടൈം സോണുകളായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്? കറുത്ത മണ്ണ്. ഓർത്തിരിക്കുക, ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത്, ഡെക്കാൻ പ്ലേറ്റോയുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ എന്നത്. അടുത്ത ചോദ്യം നോക്കാം. കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായ വർഷം? 1998. കൊങ്കൺ റെയിൽവേയുടെ പ്രവർത്തനം പൂർത്തിയായ വർഷമാണ് 1998. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ? 4 സംസ്ഥാനങ്ങളാണ് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ജമ്മു കാശ്മീർ, ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവയാണ് ആ 4 സംസ്ഥാനങ്ങൾ. ഓർത്തിരിക്കുക, ജമ്മു കാശ്മീർ, ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി? മൗണ്ട് കേറ്റു. അപ്പോൾ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൗണ്ട് കേറ്റു ആണ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. മാംഗനീസ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം? ഒഡീഷ. മാംഗനീസ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ ആണ് എന്നത് അറിഞ്ഞിരിക്കുക. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു മുമ്പിലത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അതിന്റെ ഉത്തരം മഹാരാഷ്ട്രയാണ് എന്ന് ഓർത്തിരിക്കുക. ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ ഉത്തർപ്രദേശാണ് തന്നിരുന്നത്. ഉത്തർപ്രദേശ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. എന്നാൽ ഇപ്പോഴത് മാറിയിട്ടുണ്ട്, മഹാരാഷ്ട്ര ആണ് അതിന്റെ ഉത്തരം എന്നതൊന്ന് ഓർത്തിരിക്കുക. മറ്റേ ഉത്തർപ്രദേശ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു കളഞ്ഞേക്കുക. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം? വൻകുടലാണ് ഉത്തരം. ഒരു വീഡിയോയിൽ നമ്മൾ ചെറുകുടൽ എന്ന് തെറ്റി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗമാണ് വൻകുടൽ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ വേഗം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച വർഷം? 1936. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. ചെസ് ഉടലെടുത്ത രാജ്യം? ഇന്ത്യ. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര്? നീതി ആയോഗ്. സമാധാന നോബലിന് അർഹയായ ആദ്യ ഇന്ത്യക്കാരിയായ വിദേശ വംശജ? മദർ തെരേസ. പ്രധാനമായും ഏത് ഭാഷയിലെ ഒരു സാഹിത്യരൂപമാണ് വചന സാഹിത്യം?
കന്നഡ. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത്? ജർമ്മനി. ഇ സിഗരറ്റ് നിരോധിച്ച 4ാമത്തെ സംസ്ഥാനം കേരളം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ എഴുതിയത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷ. മലബാർ മാനുവൽ പ്രസിദ്ധപ്പെടുത്തിയത് ആര്? ലോഗൻ. ഇന്ത്യ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? ജവഹർലാൽ നെഹ്റു. ഒഡീഷയിലെ പ്രധാന തുറമുഖം പാരാദ്വീപ്. പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു? ഭൗതിക ശാസ്ത്രം. പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യം വിജയിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യ. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സംയുക്തമായി. ഇന്ത്യ വിദേശ നയത്തിന്റെ ഭാഗമായി പഞ്ചശീല തത്വം ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ്? ചൈന. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്ദൂർ കിസാൻ ശക്തി സങ്കേതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? രാജസ്ഥാൻ. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ. ലോകത്തെ എത്ര സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു? 24. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. കൊങ്കൺ റെയിൽവേ പ്രവർത്തനം പൂർത്തിയായ വർഷം 1998. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ 4. ജമ്മു കാശ്മീർ, ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ. ഗോൾഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി മൗണ്ട് K2. മാംഗനീസ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം വൻകുടൽ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണാനായിട്ട് ടെസ്റ്റ്വിന്റെ ഹോം പേജ് സന്ദർശിക്കാം. അതിനായിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. ഇനി അതല്ലെങ്കിൽ താഴെ കാണുന്ന ടെസ്റ്റ്വിൻ എന്ന് പറയുന്ന ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹോം പേജിലേക്ക് പോകാനായിട്ടും ബാക്കിയുള്ള വീഡിയോസ് കാണാനായിട്ടും സാധിക്കും. ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഒപ്പം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു 25 ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരേക്കും താങ്ക് യു.